SCRT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോയിൽ 9ാം ക്ലാസ്സിലെ ഊർജത്തിനായി ശ്വസിക്കാം, വിസർജനം, സമസ്ഥിതി പരിപാലനത്തിന് എന്നീ 2 ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥ. അന്തരീക്ഷവായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥ. നാസാദ്വാരം മുതൽ വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷവായുവിൻ്റെ സഞ്ചാരപാത ശ്വസനപഥം. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം നാസാദ്വാരം. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത നാസാഗഹ്വരം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം. അപ്പോൾ ശ്വാസനാളം വലയം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് സഹായിക്കുന്ന വലയങ്ങൾ തരുണാസ്ഥി വലയങ്ങൾ. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് സഹായിക്കുന്ന വലയങ്ങൾ ഏതാണ്? തരുണാസ്ഥി വലയങ്ങൾ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ശ്വസനി, ശ്വാസനാളം. ഇരുകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനി. ഇരുകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനി. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളാണ് വായു അറകൾ. വായു അറകളെ പൊതിഞ്ഞ് ധാരാളമായി കാണപ്പെടുന്നത് രക്തലോമികകൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറ. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു, ഹൃദയത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏതാണ്? പെരിക്കാർഡിയം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസകോശവും ഔരാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നത് പ്ലൂറാദ്രവം. ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഡയഫ്രം. ശരീരത്തിലൂടെയുള്ള വായുവിൻ്റെ സഞ്ചാരപാത എങ്ങനെയാണ്? നാസാദ്വാരങ്ങൾ, നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായുഅറ. ഇതിലൂടെയൊക്കെയാണ് വായു കടന്നു പോകുന്നത്. ആദ്യം തന്നെ കടക്കുന്നത് നാസാദ്വാരങ്ങൾ, പിന്നെ നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായുഅറ. ശ്വാസോച്ഛ്വാസ ചലനങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? ഔരാശയത്തിൻ്റെ സങ്കോച വികാസങ്ങളാണ് ശ്വാസോച്ഛ്വാസ ചലനങ്ങൾക്ക് അടിസ്ഥാനം. ഔരാശയം വികസിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? ഉച്ഛ്വാസവും. ഔരാശയം സങ്കോചിക്കുമ്പോൾ നിശ്വാസവും ആണ് നടക്കുന്നത്. ഔരാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും, ഔരാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും, സങ്കോചിക്കുമ്പോൾ നിശ്വാസവും. ഔരാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും, സങ്കോചിക്കുമ്പോൾ നിശ്വാസവും. ത്വക്കിൻ്റെ ആകെ പ്രതല വിസ്തീർണം 2 ചതുരശ്ര മീറ്ററാണ്. ത്വക്കിൻ്റെ ആദ്യ പ്രതല വിസ്തീർണം 2 ചതുരശ്ര മീറ്ററാണ്. 2 ശ്വാസകോശങ്ങളിലെയും വായു അറകളുടെ ആകെ പ്രതല വിസ്തീർണം ഏകദേശം 70 ചതുരശ്ര മീറ്ററാണ്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയത്തിൻ്റെ അളവ് ഏകദേശം 1/2 ലിറ്റർ. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ആരോഗ്യമുള്ള പുരുഷന്മാരിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്റർ. ആരോഗ്യമുള്ള സ്ത്രീകളിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 3 ലിറ്റർ. അപ്പോൾ പുരുഷന്മാരിൽ 4.5 ലിറ്ററും
സ്ത്രീകളിൽ 3 ലിറ്ററുമാണ് വൈറ്റൽ കപ്പാസിറ്റി. ശ്വസനവാതകങ്ങളായ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കൈമാറ്റം നടക്കുന്നത് എവിടെയാണ്? വായു അറകളിൽ. അരുണരക്താണുക്കളുടെ ആകൃതി ഏതാണ്? ഡിസ്കിൻ്റെ ആകൃതി. അരുണരക്താണുക്കളുടെ ആകൃതിയാണ് ഡിസ്കിൻ്റെ ആകൃതി. 1 മില്ലി ലിറ്റർ രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണരക്താണുക്കൾ കാണപ്പെടുന്നു. 1 മില്ലി ലിറ്റർ രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് അരുണരക്താണുക്കൾ. വായു അറകളിൽ നിന്ന് ഓക്സിജൻ രക്തലോമികളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്കും വിനിമയം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷനിലൂടെ. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പുമടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ഘടന എങ്ങനെയാണ്? 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പുമടങ്ങിയ ഹീമും. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പുമടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന. ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് വേണ്ട പ്രധാന ഘടകമാണ് ഇരുമ്പ് തന്മാത്രകൾ. അരുണരക്താണുക്കളിലെ ഓക്സിജനെ സംവഹനം ചെയ്യുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ തന്മാത്രകൾ 4 ഓക്സിജൻ തന്മാത്രകൾ. ആരോഗ്യമുള്ള ഒരു പുരുഷൻ്റെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ കാണുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് ശരാശരി 15 ഗ്രാം. പുരുഷനിൽ 15 ഗ്രാമാണ്. ആരോഗ്യമുള്ളൊരു സ്ത്രീയുടെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ കാണുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് ശരാശരി 13 ഗ്രാം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനം നടക്കുന്നത് 2 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടമാണ് ഗ്ലൈക്കോളിസ്, രണ്ടാമത്തെ ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി. അപ്പോൾ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനം നടക്കുന്ന ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രെബ്സ് പരിവൃത്തിയും. കോശശ്വസനത്തിലെ 1-ാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. കോശശ്വസനത്തിലെ 1-ാം ഘട്ടം ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. ഗ്ലൈക്കോളിസിസ് വഴി ലഭിക്കുന്ന AT തന്മാത്രകൾ 2 ATP. ഗ്ലൈക്കോളിസിസ് വഴി ലഭിക്കുന്ന ATP തന്മാത്രകൾ എത്രയാണ്? 2. കോശശ്വസനത്തിലെ 2-ാം ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി. ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ. ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ക്രെബ്സ് പരിവൃത്തി വഴി ലഭിക്കുന്ന ATP തന്മാത്രകൾ 28 ATP. അപ്പോൾ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് എന്ത്? കോശശ്വസനം. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനത്തിന് 2 ഘട്ടങ്ങൾ, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് പരിവൃത്തിയും. 1-ാം ഘട്ടം ഗ്ലൈക്കോളിസിസ്, 2-ാം ഘട്ടം ക്രെബ്സ് പരിവൃത്തി. 1-ാം ഘട്ടമായ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. ഗ്ലൈക്കോളിസിസ് വഴി ലഭിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2. 2-ാം ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി. ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ക്രെബ്സ് പരിവൃത്തി വഴി ലഭിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28. ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി ഉള്ള വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി ഉള്ള വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് അതിവേഗം കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന സ്ഥിരത കൂടിയ സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. തീപിടുത്തമുണ്ടാകുന്ന ഘട്ടത്തിൽ മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം ശ്വസിക്കാനിടയാകുന്ന അപകടകരമായ വാതകമാണ്
കാർബൺ മോണോക്സൈഡ്. ശ്വസനഫലമായി കോശങ്ങളിൽ രൂപപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും. കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ച് രൂപപ്പെടുന്നത് കാർബോണിക് ആസിഡ്. അമീബയുടെ ശ്വസനാവയവമാണ് കോശസ്തരം, പാറ്റയുടെ ട്രക്കിയ, മത്സ്യത്തിൻ്റെ ഗിൽസ്. അമീബയുടെ ശ്വസനാവയവം ഏതാണ്? കോശസ്തരം, പാറ്റയുടെ ട്രക്കിയ, മത്സ്യത്തിൻ്റെ ഗിൽസ്. കാർബോണിക് ആസിഡിൻ്റെ അളവ് ഉയരുന്നത് ശരീരത്തിനുള്ളിലെ എന്തിന് കാരണമാകും? എന്തുയർത്താൻ കാരണമാകും? അസിഡിറ്റി. കാർബോണിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ ശരീരത്തിനുള്ളിൽ അസിഡിറ്റി കൂടുന്നു. അവായു ശ്വസനം വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫലമായി പേശികൾ രൂപപ്പെടുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഓക്സിജന്റെ അഭാവത്തിലും ജീവിക്കാൻ കഴിവുള്ളവയാണ് ചിലയിനം ബാക്ടീരിയ, ഈസ്റ്റ്. ഓക്സിജന്റെ അഭാവത്തിൽ ജീവിക്കാൻ കഴിവുള്ളവ ഏതാണ്? ചിലയിനം ബാക്ടീരിയ, ഈസ്റ്റ്. ഫെർമെൻറ്റേഷന് ഉദാഹരണം എന്തൊക്കെയാണ്? മാവ് പുളിച്ച് മാർദ്ദവമുള്ളതാകുന്നു, പാൽ തൈരാകുന്നു. പാൽ തൈരാകുന്നതിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. ഫെർമെൻറ്റേഷന് ഉദാഹരണമാണ് മാവ് പുളിച്ച് തൈരാകുന്നതും പാല് തൈരാകുന്നതും. പാല് തൈരാകുന്നതിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. മാവ് പുളിച്ച് മാർദ്ദവമുള്ളതാകുന്നതിന് സഹായിക്കുന്നത് എന്താണ്? ഈസ്റ്റ്. മാവ് പുളിച്ച് മാർദ്ദവമുള്ളതാകുന്നതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രൂപീകരണം. പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശാർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്. ഏതൊക്കെയാണ്? ശ്വാസകോശാർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്. സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങൾ. ഇലകളിലും പച്ചനിറമുള്ള ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ. ഇലകളിലും പച്ചനിറമുള്ള ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങളാണ് സസ്യങ്ങളുടെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങൾ. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് ലെൻറ്റിസെല്ലുകൾ. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് ലെൻറ്റിസെല്ലുകൾ. കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്ന ഏതിലൂടെയാണ്? ലെൻറ്റിസെല്ലിലൂടെ. ലെൻറ്റിസെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ കാണ്ഡത്തിനകത്തേക്കും പുറത്തേക്കും ശ്വസനവാതകങ്ങളായ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വിനിമയം ചെയ്യപ്പെടുന്നത് ഏതു പ്രക്രിയ വഴിയാണ്? ഡിഫ്യൂഷൻ. സസ്യങ്ങളുടെ ശ്വസനത്തെക്കുറിച്ചാണ് പറയുന്നത്. സസ്യങ്ങളുടെ പ്രധാന വാതക വിനിമയ കേന്ദ്രമാണ് എന്ത്? ആസ്യരന്ധ്രങ്ങൾ. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് ലെൻറ്റിസെല്ലുകൾ. കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്നത് ലെൻറ്റിസെല്ലിലൂടെയാണ്. അത് നടക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. മനുഷ്യനിലെ പ്രധാന വിസർജന വസ്തുക്കളാണ് നൈട്രജൻ സംയുക്തങ്ങൾ, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. ഏതൊക്കെയാണ് മനുഷ്യനിലെ പ്രധാന വിസർജന വസ്തുക്കൾ? നൈട്രജൻ സംയുക്തങ്ങൾ, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരൾ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന ശരീരഭാഗം കരൾ. നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ശരീരഭാഗം കരൾ. ജലവും ലവണങ്ങളും പുറന്തള്ളപ്പെടുന്ന വിസർജനാവയവമാണ് ത്വക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നത് ശ്വാസകോശത്തിലൂടെ. യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. യൂറിയയും ജലവും പുറന്തള്ളുന്നത് വൃക്കയാണ്. പ്രോട്ടീനുകളുടെ വിഘടനഫലമായി രൂപപ്പെടുന്നത് അമിനോ ആസിഡുകൾ. ഉപാപചയ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന ഏറ്റവും ഹാനികരമായ ഉപോൽപ്പന്നങ്ങളിൽ ഒന്നാണ് അമോണിയ. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ കരളിലെത്തുന്ന മാർഗം രക്തം വഴി. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് രൂപപ്പെടുന്നത് യൂറിയ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്.
വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ത്വക്കിലെ സ്വേദഗ്രന്ഥികൾ. വിയർപ്പിൻ്റെ മുഖ്യ ലക്ഷ്യം ശരീര താപനില ക്രമീകരിക്കൽ. മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം വൃക്ക. യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക. മനുഷ്യനിലെ വൃക്കയുടെ ആകൃതി പയർ വിത്തിൻ്റെ ആകൃതി. വൃക്കയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യങ്ങളുടെ പുറന്തള്ളൽ, ജലസന്തുലനം, ലവണസന്തുലനം, pH ക്രമീകരണം. മാലിന്യങ്ങളുടെ പുറന്തള്ളൽ, ജലസന്തുലനം, ലവണസന്തുലനം, pH ക്രമീകരണം. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കോർട്ടെക്സിലാണ്. വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് മെഡുലയിലാണ്. അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഉള്ള സൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോണുകൾ. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. ഓരോ വൃക്കയിലും ഉൾവശത്തുള്ള നെഫ്രോണുകളുടെ എണ്ണം 12 ലക്ഷത്തോളം. ഓരോ വൃക്കയുടെയും ഉൾവശത്തുള്ള നെഫ്രോണുകളുടെ എണ്ണം 12 ലക്ഷത്തോളം. നെഫ്രോണിന് ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ്. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലുകളാണ് ഇൻഫറൻ്റ് വെസൽ. ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കധമനിയുടെ ശാഖയാണ് അഫറൻ്റ് വെസൽ. അഫറൻ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറിയ ഭാഗമാണ് ഗ്ലോമറുലസ്. ഏതാണ്? ഗ്ലോമറുലസ്. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനാളിക. വൃക്കാനാളികകൾ വന്നുചേരുന്ന ഭാഗമാണ് ശേഖരണനാളി. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന ഭാഗമാണ് ശേഖരണനാളി. മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്ന ഭാഗമാണ് ശേഖരണനാളി. മണ്ണിരയുടെ വിസർജനാവയവമാണ് നെഫ്രീഡിയ. ഷഡ്പദങ്ങളുടെ മാൽപീജിയൻ നാളികൾ. അമീബയുടെ ശ്വസനാവയവം കോശസ്തരമാണ്. പാറ്റയുടെ ശ്വസനാവയവം ട്രക്കിയ. മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ഗിൽസ്. അമീബയുടെ ശ്വസനാവയവമാണ് കോശസ്തരം. പാറ്റയുടെ ശ്വസനാവയവം ട്രക്കിയ. മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ഗിൽസ്. മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയ. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം മാൽപീജിയൻ നാളികൾ. മൂത്രത്തിൽ ജലത്തിൻ്റെ ശതമാനം 96%. യൂറിയ 2%. മൂത്രത്തിൽ ജലം 96%, യൂറിയ 2%. ശരീരത്തിനുള്ളിലെ രക്തം 24 മണിക്കൂറിനുള്ളിൽ വൃക്കകളിലൂടെ കടന്നു പോകുന്നത് 350 തവണ. 1800 ലിറ്റർ രക്തം അരിച്ചാണ് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. 1800 ലിറ്റർ രക്തം അരിച്ചാണ് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ അളവ് ഏകദേശം 127 മില്ലി ലിറ്റർ. ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും തിരികെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നത് ഏകദേശം 126 മില്ലി ലിറ്റർ. 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും ഉണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് 1.5 ലിറ്റർ. മൂത്രം താൽക്കാലികമായി സംഭരിക്കുന്നത് മൂത്രസഞ്ചിയിലാണ്. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ അണുബാധയുണ്ടാകുന്നത് മൂത്രാശയത്തിൻ്റെ ആന്തരസ്തരത്തിൽ. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നതാണ് വൃക്കയിലെ കല്ല്.
പലതരം വൃക്കരോഗങ്ങൾ, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിസമ്മർദ്ദം എന്നിവ എന്തിൻ്റെ ലക്ഷണമാണ്? യുറീമിയയുടെ ലക്ഷണമാണ്. വൃക്കകൾ തകരാറിലാവുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറേ. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് വില്യം ജൊഹാൻകോഫ്. ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിനെ തടയാനായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ. ഇനി സസ്യങ്ങളുടെ വിസർജനം എങ്ങനെയാണെന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിൻ്റെ ഉൽപ്പാദനങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളുന്നത് ആസ്യരന്ധ്രം, ലെൻറ്റിസെൽ. അപ്പോൾ സസ്യങ്ങളുടെ ശ്വസനം നടക്കുന്നതും ആസ്യരന്ധ്രം വഴിയാണ്, വിസർജനം നടക്കുന്നതും ആസ്യരന്ധ്രം, ലെൻറ്റിസെൽ എന്നിവയിലൂടെയാണ്. പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും അധിക ജലം പുറന്തള്ളുന്നത് ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡത്തോടുകളിൽ കൂടിയാണ്. പുൽവർഗ സസ്യങ്ങളും ചില കുറ്റിച്ചെടികളിലും അധിക ജലം പുറന്തള്ളുന്നത് ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡത്തോടുകളിൽ കൂടി. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ 2 പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.